എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിരമിക്കൽ പ്രായം 60 വയസ്സാകുന്നതുമായി ബന്ധപ്പെടുത്തി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിർണായകപരമായിട്ടുള്ള നീക്കം വരികയാണ്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഏകീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിർണായക നീക്കവുമായിട്ട് സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ വിവിധ വകുപ്പുകളിൽ വിരമിക്കൽ പ്രായം 60ലേക്ക് ഉയർത്തുവാനാണ് നീക്കം നടക്കുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ മൃഗസംരക്ഷണ വകുപ്പിലെ വെറ്റിനറി സർജന്മാരുടെ വിരമിക്കൽ പ്രായം ഉയർത്തുന്നതാണ്. ഇത് സംബന്ധിച്ച ഫയൽ ധനകാര്യ വകുപ്പിന്റെ അന്തിമ പരിഗണനയിലാണ്. PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി 36 നിന്ന് 40ലേക്ക് ഉയർത്തിയതിന് പിന്നാലെയാണ് 2013 മുൻപ് സർവീസിൽ പ്രവേശിച്ചവരുടെ വിരമിക്കൽ പ്രായവും 60 ആക്കുന്നത്. ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാർക്കും KSRTC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പെൻഷൻ പ്രായം 56 നിന്ന് 60ലേക്ക് ഉയർത്തിയിരുന്നു. ഇതിനെ ചുവടുപിടിച്ചാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിലെ വെറ്റിനറി സർജന്മാരുടെ പെൻഷൻ പ്രായവും ഉയർത്തുന്നത്. അടുത്ത 4 വർഷത്തിനുള്ളിൽ 343 വെറ്റിനറി ഡോക്ടർമാരാണ് വിരമിക്കാനിരിക്കുന്നത്. ഇവരുടെ പെൻഷൻ പ്രായം വർദ്ധിക്കുന്നതിലൂടെ ആനുകൂല്യ ഇനത്തിൽ നൽകേണ്ട 274.40 കോടി രൂപ പെട്ടെന്ന് നൽകേണ്ടി വരുന്നതല്ല എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ്. കൂടാതെ പെൻഷൻ ഇനത്തിൽ മാത്രം 36.83 കോടി രൂപയുടെ ലാഭമുണ്ടാകുമെന്നും മൃഗസംരക്ഷണ വകുപ്പ് സെക്രട്ടറി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ്. സാമ്പത്തിക ലാഭത്തിനപ്പുറം പൊതുജന ആരോഗ്യവും ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് വകുപ്പിന്റെ വാദം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ തടയുന്നതിന് പരിചയസമ്പന്നരായിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം അനിവാര്യമാണെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയതോടുകൂടി 2013 ശേഷം കയറിയവർക്ക് വിരമിക്കൽ പ്രായം 60 ആണ്. ഇത്തരത്തിൽ വിരമിക്കൽ പ്രായം നിശ്ചയിക്കുമ്പോൾ ഭരണഘടനാ തുല്യത ഉറപ്പാക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമ ഉപദേശവും ഈ ഒരു നീക്കത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.